പടച്ചവനെ ഏതെങ്കിലും കടത്തിണ്ണയിലോ അല്ലെങ്കിൽ റോഡിന്റെ സൈഡില് ടാർപ്പ് വലിച്ചു കെട്ടിക്കെട്ടാ കൂടാരത്തിന്റെ അകത്ത് കിടന്നിട്ട് കുടുംബജീവിതം നടത്തുന്നവരെ കണ്ടിട്ടില്ലേ? എന്തൊരു സന്തോഷമാ ചെറുപ്പക്കാരാ, എന്തൊരു സമാധാനമാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, നീ വിചാരിക്കുന്നത് നല്ല മക്കളെ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണെന്നാ? അല്ല ചെറുപ്പക്കാരാ, നീ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മൊബൈല് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണോ? മലപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 7 വയസ്സേ ഉള്ളൂ. 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനാണ്. സുബ്ഹാനല്ലാഹ്, ബാത്റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്, ബാത്റൂമിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിക്കുകയാണ്. 70 വയസ്സുള്ളവനല്ല, 7 വയസ്സുള്ളവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എങ്ങനെയാണ് തൂങ്ങി മരിക്കേണ്ടതെന്ന് എങ്ങനെ പഠിച്ചെന്ന് തിരിയുന്നില്ല. എന്തിനാണ് അവൻ തൂങ്ങി മരിച്ചതെന്നറിയുമോ? മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിലാ പെങ്ങള്. പഠിച്ചവനെ അതാ കറങ്ങാൻ വിട്ടില്ലെങ്കിലോ, പഠിച്ചവനെ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ, ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മക്കൾ ആത്മഹത്യ ചെയ്യാതയാ കിട്ടിയാൽ നല്ല വാപ്പ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 7 വയസ്സുള്ള ഒരു കുഞ്ഞ് ബാത്റൂമിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിച്ചു. അവൻ എങ്ങനെ തൂങ്ങി മരിക്കുക എനിക്കറിയില്ലടോ. നമുക്ക് ഈ ഇരിക്കണം, നമുക്ക് ആർക്കെങ്കിലും തൂങ്ങി മരിക്കാൻ അറിയോ? 7 വയസ്സുള്ള ഒരു കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയാ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? മക്കള് വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കുന്നത് അപ്പ കൊടുക്കണം. ചോദിക്കുന്നത് എന്താണോ അപ്പ കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പാടെ ജോലി എന്താ? വാപ്പ ഗൾഫില, എന്താ ജോലി? അല്ലാഹു അല്ല, എനിക്കറിയില്ല. നിന്റെ ഉപ്പാന് ഒരു ദിവസം എത്ര രൂപ ശമ്പളമുണ്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ മക്കൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കൊടുക്കണം നമ്മൾ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വാപ്പാന്റെ അടുക്ക പോയിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നിനക്കറിയാം വാപ്പാടെ ജോലിയും ശമ്പളവും. 500 രൂപയാ വാപ്പയ്ക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 400 രൂപയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ എന്റെ വാപ്പയ്ക്ക് കിട്ടുന്നത് 250 രൂപയാ 300 രൂപയാ എന്ന് ഓരോ മകനും അറിയാം, ഓരോ മകൾക്കും അറിയാം. അതുകൊണ്ട് ആരും പോയിട്ട് ഭീഷണിപ്പെടുത്താറില്ല. ചോദിച്ചിട്ട് വാപ്പ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ആ മക്കൾക്കറിയാം വാപ്പ പാവപ്പെട്ടവനാ, എന്റെ വാപ്പ കൂലിപ്പണി ചെയ്യുന്നവനാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കതറിയില്ലടോ, വാപ്പമാര് പറയാറില്ലടോ, പറയാറില്ലടോ. എങ്കിലും പറയണം സഹോദരാ, ഒരു പിതാവ് ആരെ പോലെയാകണമെന്നറിയുമോ? ഒരു പിതാവ് ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. ഒരു വാപ്പാനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ, ഒരു പിതാവിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ പിതാവിനെ പോലെയാണ് നിങ്ങളാകേണ്ടത്. അബൂദർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ട്. സാധാരണ സ്വഹാബിയല്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വരെ പരിചയമുള്ള സ്വഹാബിയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു നാട് കടത്തുകയാണ്. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ വീട് വെച്ച് താമസിക്കുകയാണ്. തന്റെ മരണസമയമെടുത്തപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെ വിളിക്കുകയാ, തന്റെ മക്കളെ വിളിക്കുകയാ. എന്നിട്ട് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുത്തു, തന്റെ പൊന്നാര മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുത്തു. എന്നിട്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പൊന്നാര മക്കളോട് പറയുന്നു, മക്കളെ വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പാനെ വെറുക്കാൻ പാടില്ല. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പയുടെ കയ്യിൽ കിട്ടിയ പണം മുഴുവനും ഞാൻ പാപങ്ങൾക്ക് കൊടുത്തു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് എന്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുക്കാൻ പാടില്ല. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് റബ്ബേ
അബൂദർ ഗിഫാരി എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 പെൺമക്കളാ. ആൺകുട്ടികളല്ല. ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ പടച്ചവനെ, വാപ്പാടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്നിട്ട് പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, എന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് മക്കള്, നമ്മുടെ കൂടെയുണ്ട് മക്കള്. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണമെന്നറിയുമോ? വെള്ള തുണിക്കകത്ത് പൊതിയണോ? എന്റെ ജനാസ കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വഴിയോരത്ത് കൊണ്ടുപോയി വെക്കണം. ജനങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന വഴിയോരത്ത് എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. മക്കളെ, ഉംറ കഴിഞ്ഞ് ആൾക്കാർ വരുന്നത് കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് അതാ ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. അവരെ കണ്ടാൽ എന്റെ മക്കള് വിളിച്ചു പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ വിളിച്ചു പറയണേ മക്കളെ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് യാത്ര പറയുകയാ. വാപ്പ പറഞ്ഞതുപോലെ മക്കളെ അവിടുത്തെ ജനാസ എടുത്തു. ആ ജനങ്ങളെ നടന്നു വരുന്ന വഴിയോരത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. പടച്ചവരെ, ഒരുപാട് സമയം കഴിഞ്ഞപ്പോ വാപ്പ പറഞ്ഞതുപോലെ ഒരു സംഘം വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്തിട്ട് 70ഓളം വരുന്ന ഒരു സംഘം വരികയാ. 30ഓളം വരുന്ന 30 പേരടങ്ങുന്ന ഒരു സംഘം വരികയാണ്. മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ് നേതാവ്. പടച്ചവനെ, 30ഓളം വരുന്ന ഒരു സംഘം വരുമ്പോ വാപ്പാടെ ജനാസ വഴിയോരത്ത് വെച്ചിട്ട് മക്കള് മാറി നിന്ന് വിളിച്ചു പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബിയാ, ജനാസ കഫം തുണി അതാ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഫം പൊതിഞ്ഞിട്ട് നിങ്ങളുടെ വാപ്പാനെ ഒന്ന് ഖബറടക്കലേ. മക്കളവിടെന്ന് വിളിച്ചു പറയുകയാണ്. സൽമാൻ തങ്ങൾ ചിന്തിക്കുന്നു, ആരാ നബി തങ്ങളുടെ ഏത് സഹാബിയാ? ചെന്ന മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് ഉയർത്തുമ്പോ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്, സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് വാപ്പ ഇതുപോലെയാണാകേണ്ടത്. മക്കളെ ഉപദേശിക്കണേ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ ഹറാമായ വഴിയിലൂടെ, വളഞ്ഞ വഴിയിലൂടെ ഏത് വൃത്തികേടുകളും ചെയ്തുകൊണ്ട് പണമുണ്ടാക്കാൻ നടക്കുന്നവരുണ്ടല്ലോ. ആർത്തി വേണ്ട മോളെ, സമ്പത്തിനോടുള്ള ആർത്തി കളയണേ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 പാപം ചെയ്താൽ അവരുടെ ആയുസ് കുറയും. 3 പാപം ചെയ്യുന്നവരുടെ ആയുസ് കുറയുമെന്നാണ്. ആരുടെ ആയുസാണ് കുറയുന്നത്? ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ? പലിശ പണം ഏത് വീട്ടിലുണ്ടോ? വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പണം ഏത് വീട്ടിലുണ്ടോ? ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന സമ്പത്തിനോടുള്ള ആർത്തി കൂടുകയാ. പ്രായമാകും തോറും സമ്പത്തിനോടുള്ള അത്യാഗ്രഹം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമതായിട്ട് ആർത്തി കൂടുന്ന കാര്യമേതാ? രണ്ടാമതായിട്ട് ആഗ്രഹം കൂടുന്ന കാര്യമേതാ? 100 വയസ്സുള്ളവനും മരിക്കാൻ പേടിയാ. 100 വയസ്സുള്ളവനും പടച്ചവനെ മരിക്കാൻ ഇഷ്ടമില്ല, ജീവിക്കാനുള്ള ആഗ്രഹം കൂടുകയാണ്. പടച്ചവനെ, മകളുടെ കല്യാണം കഴിഞ്ഞു, കൊച്ചുമകളുടെ കല്യാണവും കഴിഞ്ഞു. വാപ്പ പറയുകയാ, ഇനി കൊച്ചുമകളുടെ കുഞ്ഞിനെ കൂടെ കണ്ടിട്ട് വേണം മരിക്കാൻ. പ്രായമാകും തോറും ആഗ്രഹം കൂടുകയാ. മരിക്കാൻ ആഗ്രഹമില്ലടോ, മരിക്കാൻ
മരിക്കാൻ ആഗ്രഹമില്ലടോ. ജീവിക്കണം ജീവിക്കണം 100 കൊല്ലം കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം തോന്നുകയാണ്. ആർക്കാ? പ്രായമായവർക്ക്, കുട്ടികൾക്കല്ല, ചെറുപ്പക്കാരാ, അപ്പമാരെ, പ്രായമുള്ളവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൂടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹം ഇതാണോ? ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹം ഇതാണോ? മനുഷ്യരെ എപ്പോഴെവിടെ വെച്ചാണ് കാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുന്നതെന്നറിയില്ല. ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഒരാളുടെ മരണം എപ്പോഴാണെന്നറിയില്ല. അല്ലാഹുവിനെ മാത്രം അറിയുന്ന രഹസ്യമാണല്ലോ. 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലേ അറിയൂ. 5 രഹസ്യങ്ങൾ അല്ലാഹുവിനല്ലേ അറിയൂ. ലോകത്ത് ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത 5 രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ 5 കാര്യം അല്ലാഹുവിനല്ലാതെ ലോകത്തൊരാൾക്കും പറയാൻ കഴിയില്ല. 5 കാര്യമേതോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ ഇടിഞ്ഞു വീഴുന്നത്, തീമഴ പെയ്യുന്നത്, പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും പറന്നു നടക്കുന്ന ദിവസമേതാണ്. അല്ലാഹുവേ, അത് പടച്ചറപ്പിന് മാത്രം അറിയുന്ന രഹസ്യമാ. അല്ലാഹ് പറയുന്നു 5 കാര്യം അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതിൽപ്പെട്ട ഒന്ന് ഖിയാമത്ത് നാള് എന്നാണ് സംഭവിക്കുന്നത്. വെള്ളിയാഴ്ചയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് വെള്ളിയാഴ്ചയാണ്? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യം. 2 വയുനസ്സിലുൽ ഗൈസ, എപ്പോഴാണ് മഴ പെയ്യുക? പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. അവര് വിളിച്ചിട്ട് പറയും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ, അല്ലാതെ ഇന്ന സമയത്ത് പെയ്യുമെന്ന് പറയാൻ ആരെ കൊണ്ടാ കഴിയുക? 3 ഉമ്മയുടെ വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കരളുണ്ടോ തലച്ചോറുണ്ടോ ആർക്കറിയുക? മാസങ്ങൾ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യുമ്പോഴല്ലേ ഡോക്ടർമാർക്കറിയും. അതിനു മുമ്പ് ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാൻ അല്ലാഹുവിനെ കൊണ്ടേ കഴിയൂ. 4 വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഈ സിറാജിന് നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ അല്ലാഹുവിനെ കഴിയൂ. എനിക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അത് അല്ലാഹുവിനെ കഴിയൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എപ്പ എവിടെ കിടന്ന് നീ മരിക്കും, എപ്പോഴാ? ഒരാളുടെ മരണം പറയാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നവരോട് പറയുകയാ, ഏതു നിമിഷവും ഒരു ദിവസം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അത് വഅദ് പറയുമ്പോഴാണോ, കേൾക്കുമ്പോഴാണോ, പോകുമ്പോഴാണോ, കിടക്കുമ്പോഴാണോ, ഹോസ്പിറ്റലിലാണോ, റോഡിലാണോ, ബാത്റൂമിലാണോ, പള്ളിക്കകത്താണോ, ഐസിയുവിലാണോ? അൽഹംദുലില്ലാ, നമുക്കറിയില്ല. അല്ലാഹു നമ്മളുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അവസാനം അവരവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. ആ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോൾ എല്ലാ ആഗ്രഹവും പൂർത്തീകരിച്ച് നല്ല രീതിയിൽ മലക്കുകളുടെ സ്വാഗതം കേട്ട് മരിക്കുന്നവരുണ്ട്. എന്നാൽ ചിലര് അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ സർവ്വതും ബാക്കി വെച്ച് നാണം കെട്ട് നിന്യരായി നിസാരന്മാരായി നരകം കണ്ടു മരിക്കുന്നവരുമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എക്കപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല ആഗ്രഹമുള്ളത്. എടോ, മരിച്ചുപോയ നിന്റെ വാപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും ആരൊക്കെ മരിച്ചവരുണ്ടോ ആ മരിച്ചവർക്ക് ചില ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പം മരിച്ചുപോയവരുടെ ആഗ്രഹം എന്താണെന്ന് പഠിക്കണ്ടേ. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പോകട്ടെ, ജീവിച്ചിരിക്കുന്നതല്ലേ നിന്റെ ആഗ്രഹം സാധിപ്പിക്കുക. എടാ, ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചുകൂടെ? ഒരു വണ്ടി എടുക്കണം, ഒരു കാർ എടുക്കണം, ഒരു വീട് വെക്കണം, ഒരു പെണ്ണ് കെട്ടണം, രണ്ടാമതൊന്നുകൂടെ കെട്ടണം. കെട്ടിക്കോ, ആഗ്രഹമുള്ളവരൊക്കെ കെട്ടിക്കോ. 4 വരെ പെണ്ണ് കെട്ടാമല്ലോ. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല രണ്ടാമത് വിവാഹം കഴിക്കാൻ, ഞാൻ എന്താ പറയാ? ഒരു സഹോദരൻ പറഞ്ഞ് രണ്ടാമത് വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. കെട്ടേണ്ടവര് കെട്ടിക്കോട്ടെ, ഏതെങ്കിലും പെണ്ണ് സമ്മതിക്കുമോ? രണ്ടാമത് വിവാഹം കഴിക്കാൻ ഏതെങ്കിലും പെണ്ണ് സമ്മതിക്കുമോ? നിങ്ങളെന്താ ഇപ്പം എല്ലാം ചിരിച്ചോണ്ടിരിക്കുന്ന അവസരമുണ്ട്? താത്താമാരോട് ഞാൻ പറയുന്നത്, അത്ര കെട്ടണമെന്ന് നിർബന്ധമുള്ളവർ കെട്ടിക്കോട്ടെ, നിങ്ങൾ അനുവാദം കൊടുത്തേക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളാരും അനങ്ങുന്നില്ല കേട്ടാ. അച്ഛനെ ഉള്ള സ്വർണ്ണം ഊരിത്തരാന്ന് വിചാരിച്ചത് ഇനി ഊരൂല്ല അല്ലേ? ചങ്ങാതി, കെട്ടേണ്ടത് എവിടെ ആയാലും കെട്ടട്ടെ. ചിലര് നല്ലപോലെ ജീവിക്കുന്നവരുണ്ടല്ലോ. ഞാൻ ഒരു സഹോദരി, എനിക്ക് എന്റെ പ്രസംഗത്തിന്റെ താഴെ വന്ന ഒരു കമന്റ്സ് ഉണ്ട്. ഭർത്താവ് മരിച്ചുപോയാൽ ഒരു ഭാര്യ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ അവൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോ അതിന്റെ താഴെ ഒരു പെണ്ണ് എഴുതുന്നുണ്ട്, ഉസ്താദേ, നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. ഈ വിധവയായി കഴിയുന്ന പെണ്ണിന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയണേന്ന്. വിധവയായി കഴിയുന്ന ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ പ്രസംഗിക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് കൂടെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവരെ കൂടെ ആൾക്കാർ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ പ്രസംഗിക്കണമെന്നാ പറഞ്ഞത്. എന്തായാലും ആവട്ടെ, അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ, ആമീൻ പറ. അള്ളാഹു നമുക്കെല്ലാവരും നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്, മരിച്ചവർക്കും ആഗ്രഹമുണ്ട്. മരണപ്പെട്ടവരുടെ ആഗ്രഹമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഈ ഞാൻ നല്ല ജനാസയുടെ കാര്യമാണ് പറയുന്ന, മോശമായ ആൾക്കാരല്ല. നല്ല ആൾക്കാരുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്കും ആഗ്രഹങ്ങളൊക്കെ സ്വാധിപ്പിച്ച് മരിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. 10:30 ആയുള്ളൂ. വാച്ചി നോക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക്. ബക്കറ്റ് എടുത്തോ? ബക്കറ്റ് എടുക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങ് എടുത്താ പിന്നെ സമാധാനത്തിന് ഇടയിൽ എടുക്കണ്ടല്ലേ? എടുക്കണ അതല്ല, ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വരും ബക്കറ്റ് വരും. അത് ഇഷ്ടമല്ല. പ്രസംഗിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ബക്കറ്റും കൊണ്ടുവരും. എന്തിനാ? ഇപ്പോഴങ്ങ് എടുക്കുവാണെങ്കിൽ അത് കഴിയത്തില്ല. എടുത്തൂടെ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത്. നിങ്ങൾ ആരുടെയും 5 നയാ പൈസ അല്ലാഹ്ക്ക് വേണോ? അല്ലാഹ്ക്ക് വേണ്ട. ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്നത് കൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. വരാനിരിക്കുന്ന അപകടമുണ്ടല്ലോ, വരാനിരിക്കുന്ന ദുരന്തമുണ്ടല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെയല്ലടോ, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ആണ്. കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. ശരീരം തളർന്നു കിടക്കുന്നവരുണ്ടല്ലോ. കേൾക്കാത്ത രോഗങ്ങളാണ്, കേൾക്കാത്ത രോഗങ്ങളാണ്. പഠിച്ചവരെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നു. സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, 2 മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു, അവസ്മാരമാ, അല്ലാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ. എന്തെല്ലാം രോഗമാണോ. പുറത്തൊരു സ്ഥലത്ത് വഅദിന് പോകുമ്പോ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ചെന്നപ്പോ ഒരു ചെറിയ മകനുമായിട്ടൊരു പിതാവ് വരികയാണ്. സിറാജ് ഉസ്താദേ, നിങ്ങളെ എന്റെ മകന് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പൊന്നുമോനിന്റെ കണ്ണിന് വല്ലാത്ത ചൊറിച്ചലാണ്, ചുമക്കുകയാണ്. ചൊറിഞ്ഞ അവസാനം അവന്റെ കണ്ണിലൂടെ ബ്ലഡ് വരികയാണ്. ഉസ്താദേ, പഠിച്ചവനെ ദുആ ചെയ്യണേ. കേട്ടപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതമായി. പഠിച്ചവനെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരികയോ. പ്രഭാഷണം കഴിഞ്ഞു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ സമയം
സമയമായപ്പോ ഈ മകനുമായിട്ട് ആ പിതാവ് വരികയാ. ഈ മകനുമായിട്ട് ആ പിതാവ് പറയുകയാ, ഉസ്താദേ എന്റെ പൊന്നുമോനെ മറക്കല്ലേ, ചുമ്മാതെ പറഞ്ഞതല്ല ഉസ്താദ്, ഇവന്റെ കണ്ണിലേക്ക് നോക്ക്, ബ്ലഡ് കലർന്ന കണ്ണുനീരവന്റെ കണ്ണിലൂടെ ഒഴുകുകയാ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോന് ശിവ കൊടുക്കണേ അല്ലാ. ഇതുപോലെയുള്ള രോഗങ്ങൾ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സദക്കയാണോ മരുന്ന്. നിങ്ങളെ നീ പറയാറുണ്ടല്ലോ, ഒരുപാട് മരുന്ന് കഴിച്ചു ഉസ്താദ്, രോഗം മാറുന്നില്ല, രോഗം മാറുന്നില്ല. പെണ്ണേ, രോഗം മാറാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. കേൾക്കാമെന്നവര് രോഗം മാറാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പഠിച്ചവരോട് പറയണം, ക്യാൻസറോ ട്യൂമറോ മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണം തമ്പുരാനേ, രക്ഷപ്പെടുത്തണേ തമ്പുരാനേ, ശിഫ നൽകണേ തമ്പുരാനേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനേ എന്ന് പടച്ചവനോട് നിയ്യത്ത് ചെയ്തുകൊണ്ടൊരു സദഖ കൊടുത്തു. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ കൊടുക്കുന്നുണ്ടോ, അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ, അല്ലാ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അറുത്ത് മുറിക്കൽ വൈന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. കേട്ടവർ നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പിളച്ചവനെ ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ. അവസാനമല്ലോ നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. ആ നല്ലതുപോലെ കുളിപ്പിച്ചു, ഒന്ന് പഠിപ്പിച്ചു. ആ വെള്ള തുണിക്കകത്ത് ജനാസ പൊതിയുകയാണ്. എന്നിട്ടതാ വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലോ നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുമല്ലോ. എല്ലാവരും നിന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടിയിട്ടില്ല. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിൽ വിളിക്കാതെ തന്നെ കടന്നു വന്നിരിക്കുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും നിന്റെ വീടിന്റെ മുറ്റത്ത് ഒരുമിച്ച് നിൽക്കുമ്പോ നിന്റെ ജനാസ പുതിയ പോവുകയാണ്. ആരോ ചോദിക്കുകയാണ്, പഞ്ഞിയവിടെ, ആ സുഗന്ധം തേച്ച പഞ്ഞിയവിടെ? എന്തിനാണ് പഞ്ഞി തിരയുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും നിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. മൂക്കിന്റെ ദ്വാരത്തോ പഞ്ഞി വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, പുതിയ പോകുകയാണ്. എല്ലാവരും കണ്ടടോ, എല്ലാവരും കണ്ടടോ. വീടിനകത്ത് വല്ലാതെ തിരക്ക് കൂട്ടിയപ്പോ ആരോ പറയുന്നത് കണ്ടതൊക്കെ മതി പുതിയാറ്. സുബ്ഹാനല്ലാഹ്, ജനാസ പൊതിയുകയാ. കഷ്ടം വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. ചൗക്കിപ്പള്ളിയിൽ നിന്ന് വാഹനം വന്നടോ,
കോടീശ്വരന്റെ വീട്ടിലും കയറി വരുന്ന വാഹനമാണല്ലോ. ഏത് പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, ഓടിയിൽ നടന്നവനും ബെൻസിൽ നടന്നവനും ഫോർച്യൂണർ നടന്നവനും, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ വീടിന്റെ മുറ്റത്തും വാഹനം വരികയാ. കുടിലിന്റെ മുമ്പിലും വരുന്നത് ഒരേ വാഹനം, കൊട്ടാരത്തിന്റെ മുമ്പിൽ വരുന്നതും ഒരേ വാഹനം. മോഡലിൽ വ്യത്യാസമില്ല. ഡ്രൈവർ വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട. പടച്ചവനെ, ഒറ്റ വാഹനമാണ് മയ്യത്ത് കെട്ടിലോ. ഏതവന്റെയും വീട്ടിൽ കയറുമല്ലോ, എല്ലാവരെയും കയറ്റിക്കിടത്തുമല്ലോ. ആ വാഹനം നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ജനാസ പൊതിഞ്ഞു കഴിഞ്ഞു, ജനാസ പൊതിഞ്ഞു കഴിഞ്ഞു. ആ ജനാസ എടുത്തിട്ട് മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന ആ വാഹനത്തിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തിക്കിടത്തി. സുബ്ഹാനല്ലാഹ്, ജനാസ എടുക്കാൻ പോവുകയാ, ജനാസ എടുക്കാൻ പോവുകയാ. 6 പേര് ജനാസ ചുമലിലേക്ക് കേറ്റുമ്പോ നിലവിളിയാ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമെപ്പോഴാ? ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമെപ്പോഴാ? എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇച്ചാനെ കൊണ്ടുപോകല്ലേ, എന്റെ പൊന്നാന മകനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന സമയമാ. മരണ വീട്ടിൽ ഏറ്റവും നിലവിളി കേൾക്കുന്ന സമയമാ. പടച്ചവനേ, നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ആ ജനാസ ചുമലിലേറ്റിയിട്ട്, ആ ജനാസ ചുമലിലേറ്റിയിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ, ചമുക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, നിന്റെ ജനാസ നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്നിറക്കുമ്പോ ജനാസ വിളിച്ചു പറയുകയാ. ജനാസയുടെ ഒന്നാമത്തെ ആഗ്രഹമാ, മരിച്ചവരുടെ ഒന്നാമത്തെ ആഗ്രഹമാ. എന്താണ് പറയുന്നതെന്നറിയുമോ? ഖദ്ദിമൂനി ഖദ്ദിമൂനി, മക്കളെ എന്നെ വന്ന് പെട്ടെന്ന് കൊണ്ടുപോകടാ, എന്റെ ജനാസയെന്ന് പെട്ടെന്ന് കൊണ്ടുപോക, എന്നെ വന്ന് പെട്ടെന്ന് കബറിലേക്ക് കൊണ്ടുവെക്കും മക്കളെ. ജനാസ വിളിച്ചു പറയുകയാ, എന്നെ പെട്ടെന്ന് കബറിലേക്ക് കൊണ്ടുവെക്കണേ. അവർക്ക് കബറിലേക്ക് പോകാ തിരുതിയാടോ, അവർക്ക് കബറിലേക്ക് പോകാ വല്ലാത്ത തിരുതിയാ. അവർക്ക് പേടിയില്ല, അവർക്ക് പേടിയില്ല. എന്തിനാണ് എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കബറിൽ വെക്കാ വിളിച്ചു പറയുന്നതെന്നറിയുമോ? ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പടച്ചവരെ, കബറാണല്ലോ തുടക്കം. പെങ്ങള്, ആരെങ്കിലും കബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും കബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. ആരെങ്കിലും കബറിൽ പരാജയപ്പെട്ട ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. പടച്ചവരെ, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കടാ മക്കള്. ഉപ്പ പറയുകയാ, ഉമ്മ പറയുകയാ. കാരണം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളോട് പറയുകയാ, എടാ, നിന്റെ വാപ്പാനോട് നിനക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിലോ, നിന്റെ ഉമ്മയോട് നിനക്കൊരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിലോ, ആ മരിച്ചവരുടെ ജനാസ വെക്കല്ലേ, ആ മരിച്ചവരുടെ ജനാസ വീടിനകത്ത് വെക്കല്ലേ. പെട്ടെന്ന് കൊണ്ടുപോകണേ മോനെ, പെട്ടെന്ന് കൊണ്ടുപോകണേ മോനെ, ഇല്ലെങ്കിൽ അവരുടെ ശാപം നിനക്ക് കിട്ടും ചെറുപ്പക്കാരാ. ജനാസയുടെ ഒന്നാമത്തെ ആഗ്രഹം, മരിച്ചുപോയ വാപ്പ, മരിച്ചുപോയ ഉമ്മ, അവര് പറയുകയാ, എന്റെ പൊന്നാര മക്കളെ ഒന്ന് പെട്ടെന്ന് എന്നെ ഒന്ന് കൊണ്ടുപോയി കബറടക്കട എന്ന് അവരാഗ്രഹത്തോടെ വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ച മാതാപിതാക്കളുടെ ആഗ്രഹം അതാ. നീ എന്താ ചെയ്യുന്നേ? നീ പറയും, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എടുത്താൽ മതി അവിടെ.
നീ പറയാ ഞാൻ വന്നിട്ട് ഞാൻ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കൊടുക്കുന്നുണ്ട്, ലീവിന് കൊടുത്തിട്ടുണ്ട്, ഞാൻ വന്ന് കണ്ടിട്ട് കൊണ്ടുപോയാ മതി. നീ വിചാരിക്കുന്നത് ഇത് സ്നേഹമാണെന്ന്. നിന്റെ ഉപ്പ ശപിക്കൂടാ നിന്നെ. നിന്റെ ഉപ്പയുടെ ശാപം നിനക്ക് കിട്ടും. കാരണം നീ ഉപ്പാനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എവിടെ പോകുന്നതിനാണെന്നറിയോ? സ്വർഗം കണ്ടിട്ടാ നിന്റെ വാപ്പ മരിച്ചേ. എടാ, നിന്റെ വാപ്പ മരിച്ചു കിടക്കുമ്പോ നീ ചെന്ന് മുഖത്ത് നോക്ക്. ഒരു നല്ല മനുഷ്യൻ, ഈമാനുള്ള മരണം കിട്ടിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. ഈമാനുള്ള മരണം കിട്ടിയ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയ മയ്യത്ത് കാണുമ്പോ നീ ചെന്ന് നോക്ക്. മൂക്കിന്റെ ദ്വാരം വികസിച്ചു, നെറ്റിത്തടം വിയർത്തു, നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട്, മുഖത്തു പ്രകാശമുണ്ട്, ചുണ്ടില് പുഞ്ചിരിയുണ്ട്, ശരീരത്തിൽ സുഗന്ധമുണ്ട്. നീ ഉറപ്പിച്ചോ, നിന്റെ വാപ്പക്ക് അള്ളാഹു നല്ല മരണമാ കൊടുത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാസർഗോഡ് ടൗണിൽ നിന്നപ്പോഴാ അറിയുന്നത് വാപ്പ പെട്ടെന്ന് മരിച്ചു. ഉപ്പാന് സുഖമില്ല, പെട്ടെന്ന് വയ്യാതെയായി, ഉപ്പ മരിച്ചു. ഓടിവാടാ. കാസർഗോഡ് നിന്ന് വണ്ടിയെടുത്ത് വേദനിക്കുന്ന ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ ഓടി ഉപ്പാന്റെ റൂമിനകത്തേക്ക് ഓടി കയറി വരുമ്പോ ഉപ്പാടെ റൂമിനകത്ത് വല്ലാത്ത സുഗന്ധം. ഉപ്പാന്റെ മുഖത്ത് നോക്കിയപ്പോ കരയാൻ തോന്നണില്ല സഹോദര. ഉപ്പാന്റെ മുഖത്ത് നോക്കിയപ്പോ, മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കിയപ്പോ സർവ്വസങ്കടവും പോയടോ. ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മയ്ക്ക് ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നു. പക്ഷെ മരിച്ചു കിടന്നപ്പോ ഉപ്പാടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. ഉപ്പയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശം. ഉപ്പ ചിരിക്കുക. ഉറങ്ങുവാണോ വാപ്പ? മക്കൾ അടുത്ത് ചെന്നിട്ട് തട്ടി നോക്കണു. ഉറങ്ങുവാണോ ഉപ്പ? പടച്ചവനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചു കിടക്കുന്ന വാപ്പാനെയാ ഇനിയുണ്ട്, വരട്ടെ വരട്ടെ, ആള് വരാനുണ്ട്, ആള് വരാനുണ്ട്, ആള് വരാനുണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ വിടുന്നതിനെയാ നീ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വാപ്പ ജീവിച്ചത് സ്വർഗത്തിൽ പോകാനാ. വാപ്പാടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നായിരുന്നു. അള്ളാഹു സ്വർഗം കൊടുത്തിട്ട് നീ വാപ്പാനോട് പറയാ, അവിടെ കടക്ക് വാപ്പ, കുറച്ചു കഴിഞ്ഞിട്ട് പോകാം. വിടുവോ നിന്നെ? അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടോ, മരിച്ച അടുത്ത വക്കത്തിന് മുമ്പ് കൊണ്ടുപോയി ഖബറടക്കണം. ഒരു വക്കത്ത് കഴിഞ്ഞു, സുബഹിക്ക് മരിച്ചാൽ ദുഹർ അസറിനെ കൊണ്ട് നേരത്തെ ഒരു വക്കത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ? അവസാനം കുളിപ്പിച്ച് കിടത്തിയിട്ട് ഇല്ല സിനിമയ്ക്കകത്ത് കാണുന്നത് പോലെ കൊണ്ടുവന്നൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ട്. അള്ളാഹുവെ, വല്ലാത്ത നാടകവാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനമായിട്ടൊരു ചുടുചുംബനം കൊടുക്കുന്ന രംഗം. ഉമ്മയെ കൊണ്ടുവാ, മോനെ കൊണ്ടുവന്ന് കാണിക്ക്, ഉമ്മാനെ കൊണ്ടുവന്ന് കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ടോ അങ്ങനെ കൊടുക്കേണ്ടപ്പം മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് കയറിക്കൂട്. ഇതൊക്കെ ഇതൊരു ഷോ ആയിട്ട് മാറിയിരിക്കുന്നു. പടച്ചവനെ, വല്ലാത്തൊരവസ്ഥയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടോ, ഖബറിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചിരിക്കുന്ന ആളെ എന്തിനാ നിങ്ങൾ തടയുന്നേ? ഞാൻ ഗൾഫിൽ കിടക്കുന്നവൻ വരണ്ടെന്ന് പറഞ്ഞില്ല, വിദേശത്ത് കിടക്കുന്നവനും ദൂരെ കിടക്കുന്നവൻ വരേണ്ടത് കുറെ ആക്കരുത്. അത് വെറുതെ ഇങ്ങനെ ആക്കിയിടരുത്. എല്ലാവരും കണ്ടു കഴിഞ്ഞു, ജനാസ എല്ലാവരും കണ്ടു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, എന്നിട്ടും വച്ചിരിക്കുകയാ. മംഗലാപുരത്തിറങ്ങിയിട്ടുണ്ട്, വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണോ ഭയപ്പെടുന്നത്? നല്ലവർക്ക് പേടിയില്ലടോ, നല്ലവർക്ക് പേടിയില്ലടോ. നല്ല മരണം കിട്ടണമല്ലോ, രക്ഷപ്പെടണമല്ലോ. ഈ ചിന്തയാ ചെറുപ്പക്കാരാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസമാണ്. നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോവുകയാ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു. തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ രാത്രിയിൽ പോവുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുന്നു, സഅദ് ഇറങ്ങി വാ സഅദ്, ഇറങ്ങി വാ സഅദ്. ഗാനമേളയ്ക്ക് പോകാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, കടത്തിണ്ണയിലിരിക്കാനല്ല, കഞ്ചാവടിക്കാനല്ല. വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസിനെ പാതിരാത്രി തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും ഒതുവെടുത്തതോ, ഒതുവെടുക്കടാ സഅദ്. രണ്ടുപേരും ഒതുവെടുത്തു. എന്നിട്ടൊരു ഒഴിഞ്ഞ ഭാഗത്ത് പോയിരിക്കുകയാണ്. ഒഴിഞ്ഞ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് മുസല്ല വിളിച്ചിട്ട് നിസ്കരിക്കുകയാ.
മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറയുന്നു, സഅദ് നീ ദുആ ചെയ്യ് സഅദ്, നീ ദുആ ചെയ്യ് സഅദ്. ഞാൻ ആമീൻ പറയാം, ഞാൻ ആമീൻ പറയാ. നീ ദുആ ചെയ്യ്, നീ ദുആ ചെയ്തതിനു ശേഷം ഞാൻ ദുആ ചെയ്യാ. നീ ആമീൻ പറയണേ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കുറച്ചവരെ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. റബ്ബേ, ഏറ്റവും വലിയ ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. ഒരു യോദ്ധാവായ ശത്രുവിനെ എനിക്ക് തരണം പടച്ചവരെ. എനിക്കവനെ പരാജയപ്പെടുത്തണം പടച്ചവരെ. ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്കവനെ കൊല്ലണം തമ്പുരാന്. അല്ലാഹുവേ, സഅദ് ഇബ്നു അബീ വഖാസ് ദുആ ചെയ്യുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ അവിടെ ആമീൻ പറയുകയാണ്. ദുആ ചെയ്തു കഴിഞ്ഞു, ദുആ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറയുന്നു, ഇനി നീ ആമീൻ പറയടേ. എന്നിട്ട് ദുആ ചെയ്തു, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോകുകയാണ് പടച്ചവരെ. എനിക്ക് എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് തരണേ അല്ലാ. അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാന്, അവൻ ദയയില്ലാത്തവനാകണം തമ്പുരാന്. അവൻ എന്റെ കൈ മുറിക്കണം തമ്പുരാന്, എന്റെ കാല് മുറിക്കണം തമ്പുരാന്, എന്റെ മൂക്ക് മുറിക്കണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചിട്ട് അവനെ കെട്ടി തൂക്കിയിടണേ അല്ലാ. പടച്ചവനെ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. രണ്ടുപേരും സലാം പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല യോദ്ധാവിനെയാണ് കൊടുത്തത്. പടച്ചറപ്പേ, അല്ലാഹുവേ, ദുആ ചെയ്തതുപോലെ അവനെ കൊല്ലുകയാണ് ചെയ്തത്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വലിയ സന്തോഷമായി. തന്റെ ദുആ സ്വീകരിച്ചല്ലോ, തന്റെ ദുആ സ്വീകരിച്ചല്ലോ. നാഥാ, എന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ. ഓടുകയാ ചെറുപ്പക്കാരാ ഉഹദിന്റെ രണാങ്കണത്തിലൂടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. ചെന്ന് നോക്കുമ്പോ ഉഹദിന്റെ രണാങ്കണത്തിന്റെ ഒരു മൂലയില് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ കിടക്കുകയാ. കൈയില്ലടാ ചെറുപ്പക്കാരാ, കാലില്ലടാ ചെറുപ്പക്കാരാ. മൂക്ക് മുറിച്ച് മാറ്റികെട്ടെന്റെ പൊന്നുമോന്. ചെവി ഇങ്ങനെ കെട്ടി തൂക്കി കെട്ടിരിക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. റബ്ബേ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചെല്ലുമ്പോ അവിടെ പറഞ്ഞു, കൂട്ടുകാരാ, നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി. നാളെ പടച്ചവനോട് പറയാമല്ലോ, കൈ കൊടുത്തെന്ന്, കാല് കൊടുത്തെന്ന്, ശരീരം കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവിനോട് പറയാൻ പറ്റുമല്ലോ. നീയാണ് സാക്ഷി എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പേടിയില്ലടോ സഹോദര, അവർക്ക് ഭയമില്ലടോ. മരിച്ചാലും അവർക്ക് പേടിയില്ലടോ. അവർ പറയുന്നതെന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, അല്ലാതെ നിന്നെ പോലെ കിടന്ന് നിലവിളിക്കുകയല്ല. കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. വിനാശ കൊണ്ടുപോകുന്ന സമയത്ത് വടിയിൽ കെട്ടിയിരിക്കുന്ന മൃഗങ്ങൾ കിടന്ന് ചാടാറുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നറിയുമോ? മോശമായവന്റെ മരണം കൊണ്ടുപോകുമ്പോ മക്കളോട് പറയുന്നു, കൊണ്ടുപോകല്ലേ, എന്നെ എവിടെ കൊണ്ടുപോകുവാടാ പോലെ, എന്റെ ഉമ്മാനെ എവിടെ കൊണ്ടുപോവുകയാ, ആരെ എവിടെ കൊണ്ടുപോവുകയാ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് അവൻ നിലവിളിച്ചുകൊണ്ട് ആത്മാവ് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈമാനോടുകൂടി മരിച്ചവരുണ്ടല്ലോ, അവരുടെ ഒന്നാമത്തെ ആഗ്രഹം നാഥാ
എത്രയും പെട്ടെന്ന് ഖബറിലെത്തിക്കണേ അല്ലാ, എന്നെ കൊണ്ടുപോകണേ, പെട്ടെന്ന് ഖബറടക്കണേ എന്ന് ആ മയ്യത്ത് ആഗ്രഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.